എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അത് നമുക്ക് ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ മസാല ദോശ, നെയ്റോസ്റ്റ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തി റെസിപ്പിയാണ്. നമ്മൾ കടയിലൊക്കെ ചെന്ന് നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ചമ്മന്തി ഉണ്ടല്ലോ, ആ സെയിം ചമ്മന്തിയാണ് നമ്മുടെ തക്കാളിയൊക്കെ വെച്ചിട്ടുള്ളൊരു ചമ്മന്തി. ആ ചമ്മന്തിയാണ് ഇന്നത്തെ റെസിപ്പി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് തക്കാളി. അപ്പോൾ തക്കാളിയാണല്ലോ മെയിനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് പൊട്ടുകടല, പിന്നെ കുറച്ച് വറ്റൽമുളക്, കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ചെറിയ സവാള എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി ഒരു ചെറിയൊരു പീസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ സവാളയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് വയ്ക്കാം. അതുപോലെ ചെറിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതും ചെറിയ പീസായിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാശ്മീരി മുളക് പൊടി അതുകൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതുകൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മുടെ പൊട്ടുകടല, അത് നമുക്ക് വാങ്ങാൻ കിട്ടും. പൊട്ടുകടല കടകളിലൊക്കെ കിട്ടാറുണ്ട്. അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കടലപ്പരിപ്പില്ലേ, അത് തന്നെ. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഞാൻ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തായിട്ടുള്ളത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവാള. കുഞ്ഞുള്ളിയാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ്. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സവാള എടുത്തിരിക്കുന്ന ചെറിയൊരു സവാള, അത് ഇതുപോലെ ചെറിയ പീസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ പിരിയമുളക് ഉണ്ടല്ലേ, അതാണെങ്കിൽ നല്ല കളർ കിട്ടുകയും ചെയ്യും, അത് എരി ആവത്തില്ല. എൻ്റെ പിരിയമുളക് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ മുളക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 3-4 മുളക്. അതല്ല നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ കളറിന് വേണ്ടി മാത്രം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അധികം അങ്ങ് ബ്രൗൺ നിറം ആകുന്നിടം വരെ ഒന്നും നമ്മൾ ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്നും മാറുന്നിടം വരെ വേണം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറിയ തക്കാളിപ്പഴമാണല്ലോ എടുത്തിരിക്കുന്നത്. ഇതും നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അങ്ങ് നന്നായിട്ടങ്ങ് വയന്ന് അലിഞ്ഞ് ചേരണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതല്ല സാധാരണ ചില്ലി പൗഡർ ആയാലും മതി. അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി കുറച്ചിട്ടാൽ അല്ലെങ്കിൽ നന്നായിട്ട് എരിവായിപ്പോൾ. നമ്മൾ വറ്റൽമുളക് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ കളർ നന്നായിട്ട് നല്ല ചുമന്ന കളർ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം നമ്മൾ സാധാരണ പൊടിയായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് തീ എപ്പോഴും അപ്പം ഒന്ന് സ്ലോയിലായിരിക്കും, ഏറ്റവും സിമ്മിലായിരിക്കണം തീ, അല്ലെങ്കിൽ നമ്മുടെ ഈ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം അരയ്ക്കുന്നതായിരിക്കും നല്ല, അല്ലെങ്കിൽ ചൂടോടെ അരയ്ക്കുവാണെങ്കിൽ ജാറ് തുറന്ന് നമ്മുടെ ഈ അരപ്പ് പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം അരയ്ക്കാം. അതല്ല നിങ്ങൾക്ക് സമയം ഒട്ടുമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 ഐസ് കട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ അരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചൂട് നന്നായിട്ട് മിനിമൈസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളമൊന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത്രയേ ഉള്ളൂ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കുമ്പോൾ നന്നായിട്ട് അരിഞ്ഞു വരും, കണ്ടില്ലേ? ഇപ്പം നല്ല കട്ടിയായിട്ട് നമ്മുടെ ചമ്മന്തി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വെള്ളമായിട്ട് വേണം, ഇത് ഇച്ചിരി ഒന്ന് സെമി ഗ്രേവി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ്സിലാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അരയ്ക്കാൻ വേണ്ടി. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതുള്ളൂ. ഇനി നമുക്ക് ചൂടാക്കി ഒന്നും വേണ്ട, ഇതുപോലെ തന്നെ നമുക്കങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ചമ്മന്തി നമുക്ക് വീട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പം ഞാനിത് വെള്ളം ചേർക്കാത്ത ചമ്മന്തിയാണ്. അത് അധികം ഒരു 2-3 സ്പൂൺ വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഇതുപോലെ തന്നെ കിട്ടിയിരിക്കുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് വെള്ളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അരച്ചതിന് ശേഷം. അതെല്ലാം അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്താൽ അതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഞാൻ ഇച്ചിരി ഇപ്പോൾ ചൂടുവെള്ളം, അത് ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താണ്. അപ്പോൾ നിങ്ങളത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഇച്ചിരി വെള്ളമായിട്ട് അരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഇച്ചിരി തിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കാതെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും അതുപോലെ തന്നെ നെയ് റോസ്റ്റിനോ മസാല ദോശയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചമ്മന്തി നമുക്ക് കൂടെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് തേങ്ങ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും പറയണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലെ കുഞ്ഞു ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളും നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.